ഏഷ്യാനെറ്റിന്റെ വാർത്തയാണ്. ഇത്രയും ദിവസം മുഖ്യമന്ത്രിയുടെ മരുമോൻ റിയാസ് മരുമോനെ മാത്രമേ സംരക്ഷിക്കുന്നുള്ളൂ എന്നുള്ളതായിരുന്നു കഥ. ഇപ്പോൾ ഒറ്റയടിക്ക് മാറി. റിയാസും മന്ത്രി എം.പി. രാജേഷും തമ്മിൽ തലസ്ഥാനത്തെ സ്മാർട്ട് സിറ്റി റോഡുമായി ബന്ധപ്പെട്ട് തർക്കമാണത്രേ. ആ തർക്കത്തിൽ സ്വാഭാവികമായിട്ടും ഇന്നലകളിൽ ഇവർ രചിച്ച കഥ വെച്ചിട്ടാണെങ്കിൽ മുഖ്യമന്ത്രി ആരോടൊപ്പം നിൽക്കണം? മരുമോൻ റിയാസ് പറയുന്നതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി നീങ്ങില്ല, മാറില്ല എന്നൊക്കെയാണ് പറയുന്നത്. തലസ്ഥാനത്തെ റോഡ് കുഴിയായി കിടന്ന സന്ദർഭങ്ങളിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലെ മാധ്യമങ്ങൾ പഴിച്ചത് നഗരസഭയെയും PWD വകുപ്പിനെയുമാണ്. ആ റോഡ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് മറ്റൊന്നും കിട്ടുന്നില്ല. ആദ്യം കേന്ദ്രമെന്ന് ഏഷ്യാനെറ്റ് മോങ്ങി, അതങ്ങോട്ട് ഒക്കാതെ വന്നപ്പോൾ ഇപ്പോഴത്തെ പുതിയ വാർത്തയാണ് മന്ത്രി എം.പി. രാജേഷിന് അതൃപ്തിയായതുകൊണ്ടാണ് മുഖ്യമന്ത്രി ആ പരിപാടിയിൽ നിന്ന് പിന്മാറിയതത്രേ. മന്ത്രി റിയാസ് സ്വന്തം നിലയ്ക്ക് ചില കാര്യങ്ങൾ എടുത്തതിന്റെ പേരിലും ഫ്ലെക്സ് വെച്ചതിലൊന്നും മന്ത്രി എം.പി. രാജേഷിന്റെ പേരില്ല എന്നുള്ളതാണ് സംഘപരിവാർ ചാനലുകൾക്കുള്ളിലുള്ള ചില മുസ്ലിം വിരുദ്ധരായിട്ടുള്ളവരുടെ കണ്ടെത്തൽ. അതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പറയുകയാണ്, ഞാൻ പങ്കെടുക്കാത്തതിന് കാരണം അന്നത്തെ ദിവസം ശാരീരിക അസ്വസ്ഥ്യമുള്ളതുകൊണ്ടും ജലദോഷമുണ്ടായിരുന്നതുകൊണ്ടാണെന്ന് പറയുന്നതും ഏഷ്യാനെറ്റാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ വാർത്താക്കുറിപ്പെന്നാണ് അവർ വിശദീകരിക്കുന്നത്. നമ്മൾ രാവിലെ മുതൽ തന്നെ ഈ വാർത്ത കൊടുക്കുന്നുണ്ട് ഷിഹാസ്. കാരണം സ്മാർട്ട് സിറ്റി ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി മാറിയത് രണ്ട് വകുപ്പ് മന്ത്രിമാർ തമ്മിലുള്ള തർക്കം ഉണ്ടായതിനെ തുടർന്നാണെന്നാണ് നമുക്ക് സ്ഥിരീകരിക്കുന്ന വിവരം. അത് രാവിലെ മുതൽ തന്നെ വാർത്ത നൽകുന്നുണ്ട്. ഇതാദ്യമായാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു വാർത്താക്കുറിപ്പ് ഇറങ്ങുന്നത്. ഇത് സംബന്ധിച്ച് അതിൽ പറയുന്നത് 12 സ്മാർട്ട് റോഡുകൾ ഉൾപ്പെടെ സംസ്ഥാനത്ത് പൂർത്തിയാക്കിയ 62 റോഡുകളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ അസംബന്ധമാണ് എന്ന ഒരു വിശദീകരണമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരുന്നത്. മെയ് 16 മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ ഉച്ചയ്ക്ക് ശേഷമുള്ള 3 പരിപാടികളാണ് റദ്ദാക്കിയത്. അത് കാലവർഷ മുൻകരുതലുമായി ബന്ധപ്പെട്ട് വിളിച്ച പുനരവലോകന യോഗം, അതുപോലെ തന്നെ റോഡ് ഉദ്ഘാടനം, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പരിപാടി എന്നിവയാണ്. അവ ഇക്കാര്യം വിവിധ മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തതുമാണ്. ഉദ്ഘാടനം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഏഷ്യാനെറ്റിന് സംഘപരിവാറിന്റെ മുഖമുദ്രയായിട്ടുള്ള ന്യൂനപക്ഷ വിരുദ്ധത ഉയർത്തിക്കാട്ടാൻ മറ്റൊരു മന്ത്രിയെ കൂട്ടുപിടിച്ചിരിക്കുന്നത്. തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ പേര് പറഞ്ഞ് ഇനിയിപ്പോ മന്ത്രിസഭയ്ക്കുള്ളിൽ പടലപ്പിണക്കമാണെന്ന് വരുത്തി തീർക്കാനുള്ള പരിശ്രമമാണ്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി സംരക്ഷിക്കേണ്ടത് ആരെയായിരുന്നു? റിയാസ് സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കേണ്ടതാണ് മുഖ്യമന്ത്രി. പക്ഷേ മുഖ്യമന്ത്രി പങ്കെടുക്കാതെ വരുമ്പോൾ മരുമോനെ മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു. സ്വാഭാവികമായിട്ടുള്ള ചോദ്യമല്ലേ? അപ്പോൾ ഇന്നലകളിൽ പറഞ്ഞ കഥകൾ മുഴുവൻ റദ്ദാവുകയാണോ? മരുമോനോട് പ്രത്യേക സ്നേഹമില്ലേ? അദ്ദേഹം സംഘടിപ്പിച്ച പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് മരുമോൻ മന്ത്രിയോട് താല്പര്യമില്ലാത്ത ഒരു അവസ്ഥയുണ്ട്, അതുകൊണ്ടാണ് മാറി നിന്നതെന്ന് തോന്നുന്ന സാഹചര്യം ഉണ്ടാകില്ലേ? അതായിരുന്നല്ലോ ഇത്രയും ദിവസത്തെ കഥ. എന്തായാലും ഈ നാട്ടിൽ മനുഷ്യരാണ്. ഒരുപക്ഷെ അഭിപ്രായ ഭിന്നത ഉണ്ടായേ എന്ന് തന്നെ കരുതുക. കുടുംബങ്ങൾക്കകത്ത് താമസിക്കുന്നവർ തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകില്ലേ? സഹോദരങ്ങൾ തമ്മിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, രക്ഷിതാക്കളും മക്കളും തമ്മിൽ ഉണ്ടാകാറില്ലേ? ഈ ലോകത്ത് മനുഷ്യരാണെങ്കിൽ പരസ്പരം അഭിപ്രായങ്ങൾ ഉള്ളിടത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നേ. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാത്തിടത്താണ് അടിമകളെപ്പോലെ പരസ്പരം പ്രവർത്തിക്കുന്നു എന്ന അവസ്ഥ വരുന്നത്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുണ്ടായി എന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഏഷ്യാനെറ്റാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ മുഖ്യമന്ത്രി പങ്കെടുക്കാത്തതിന്റെ കാര്യം ഏഷ്യാനെറ്റ് പറഞ്ഞ് പച്ച നുണയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അന്നേ ദിവസം മറ്റ് 3 പരിപാടികൾ കൂടി തലസ്ഥാനത്ത് മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു. അതിലൊന്നിലും പങ്കെടുത്തിട്ടില്ല. പെട്ടെന്ന് ശാരീരിക ക്ഷീണമോ ശാരീരിക അസ്വാസ്ഥ്യം തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഈ പരിപാടിയിൽ നിന്ന് മാറി നിന്നു. അന്നത്തെ ദിവസത്തെ ഒരു ഉദ്ഘാടന പരിപാടിയിലും പങ്കെടുത്തില്ല. ആ വ്യക്തി ഈ ഒരു പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു പറഞ്ഞതിൽ അർത്ഥമുണ്ടെന്ന്. ബാക്കി 2 പരിപാടികൾ, ഒന്ന് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ പരിപാടിയും മറ്റൊന്ന് മഴക്കാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവലോകന യോഗത്തിൽ നിന്നുമാണ് അദ്ദേഹം വിട്ടുനിന്നത്. സ്വാഭാവികമായിട്ടും രണ്ടും പ്രധാന പരിപാടിയായിരുന്നു. അപ്പോൾ മരുമോന്റെ ഒരു പ്രസ്റ്റീജ് പരിപാടിയിൽ പങ്കെടുക്കാതെ വിട്ടുനിന്ന മുഖ്യമന്ത്രി ആരെ ഫേവർ ചെയ്യുന്നു എന്ന ചോദ്യത്തിനു കൂടി കേരളത്തിലെ മാപ്രകൾ വിശദീകരിക്കേണ്ടതാണ്. കാര്യം ഇന്നലകളിൽ പറഞ്ഞതെല്ലാം അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. മരുമോൻ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന മന്ത്രിയാണെന്ന് പറഞ്ഞവർ ഇന്നിപ്പോ ഇങ്ങനെ ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് വിട്ടുനിന്നെങ്കിൽ മരുമോനായ മന്ത്രി പറയുന്നത് അമ്മാവനായ മുഖ്യമന്ത്രി കേൾക്കാറില്ലേ എന്ന ചോദ്യത്തിനു കൂടി നിങ്ങൾ ഈ സമൂഹത്തോട് ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. കാര്യം അവസരവാദത്തിനൊത്ത് ഓരോരോ ഡയലോഗ് കാച്ചാൻ പാടില്ലല്ലോ. ഇന്നലെ പറഞ്ഞതിന് ഇന്നത്തെ സന്ദർഭത്തിൽ വിശദീകരിക്കാനും നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്.